ഗുഡ് മോർണിംഗ്. ഓക്കേടാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഇതാക്കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ എൽ സി എം ഓഫ് 5 and 10. 5ൻ്റെയും 10ൻ്റെയും എൽ സി എം എത്ര? പെട്ടെന്ന് കമൻറ്റ് ചെയ്തു. 5ൻ്റെയും 10ൻ്റെയും എൽ സി എം എത്രയാണ്? അപ്പോൾ നമുക്ക് 5ൻ്റെയും 10ൻ്റെയും എൽ സി എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 5, 10 അതിൻ്റെ സാധാരണ ചെയ്യുന്നതൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം വലിയ സംഖ്യ എടുക്കുക, എളുപ്പവഴി യൂസ് ചെയ്താൽ മതി. വലിയ സംഖ്യ 10 ആണ്, 5ൻ്റെ മൾട്ടിപ്പിളാണ് 10. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും എൽ സി എം എന്നുള്ളത് 10 ആണെന്ന്. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ എൽ സി എം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ എൽ സി എം എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ എൽ സി എം എന്നുള്ളത് എപ്പോഴും വലിയ സംഖ്യയോ അതിൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. അതേസമയം രണ്ടോ അതിലധികമോ സംഖ്യകളുടെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അത് എപ്പോഴും തന്നിരിക്കുന്ന സംഖ്യയിലെ ചെറുതോ അതിൻ്റെ ഫാക്ടേഴ്സോ ആയിരിക്കും. ഓക്കെ, അതാണ് ചെക്ക് ചെയ്യാനുള്ള എളുപ്പ രീതിയിൽ ചെക്ക് ചെയ്യാനുള്ള വഴി. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഫാക്ടറൈസേഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വലിയ സംഖ്യ 10, 5ൻ്റെ മൾട്ടിപ്പിളാണ് 10, അതുകൊണ്ട് എൽ സി എം 10 ആണ്. 4മത്തെയാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വേറെ ചോദ്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. എപ്പോഴും നമ്മൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടൊരു ചോദ്യമാണ് 28ഉം 144ഉം തമ്മിലുള്ള എൽ സി എം കണ്ടുപിടിക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റി? ഒന്ന് കമൻറ്റ് ചെയ്തേ. 28ഉം ഫൈൻഡ് എൽ സി എം ഓഫ് 28 and 144. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ എത്ര ആണെന്ന്. അപ്പോൾ സാധാരണ വലിയ സംഖ്യ 144, 28ൻ്റെ മൾട്ടിപ്പിളാണ് 144. അങ്ങനെ പെട്ടെന്ന് നോക്കൽ പാടാണ്. പിന്നെ ഈ കോപ്രൈമിൻ്റെ കൺസെപ്റ്റ് പെട്ടെന്ന് അറിയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ എന്താണ് എൽ സി എം എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഓപ്ഷൻ നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുമില്ലെങ്കിലും നമ്മൾ സാധാരണ ഫാക്ടറൈസേഷൻ വഴി ചെയ്താലും നമുക്ക് ഫുള്ള് ചെയ്യേണ്ടി വരത്തില്ല. കാരണം ജസ്റ്റ് ചെയ്തിട്ട് ആ മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എളുപ്പവഴി കുറേ ഉണ്ട്. ഇവിടെ 140, ഇപ്പോൾ 28ൻ്റെ 144ൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അതാണ് എൽ സി എം എന്ന് പറഞ്ഞാൽ. രണ്ടോ അതിലധികമോ സംഖ്യയുടെ എൽ സി എമ്മിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ ഓപ്ഷൻ അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ 28 കൊണ്ട് ഒരു സംഖ്യ ആയിരിക്കണമെങ്കിൽ കോപ്രൈം ജോഡിയുടെ കൺസെപ്റ്റ് വെച്ച് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കോപ്രൈം ജോഡിയുടെ കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും, എളുപ്പം. ഓക്കെ, പക്ഷേ 144ൻ്റെ കോപ്രൈം ജോഡി എടുക്കാൻ ചിലർക്ക് പാടാണ്, പക്ഷേ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഞാൻ അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഫാക്ടറൈസേഷൻ വഴി ചെയ്യാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സാധാരണ നമ്മൾ ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ 28, 144 ഓർമ്മയുണ്ടാകും. നമ്മൾ റിവിഷനും കൂടെ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഇത് കാര്യം ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 28, 144 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. എപ്പോഴും ഇവിടെ 2 എണ്ണ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എൽ സി എമ്മിൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മിനിമം 2 സംഖ്യയിൽ കോമൺ ഉണ്ടെങ്കിൽ ആ കോമൺ എടുത്ത് മാറ്റിയിട്ട് ഡിവിഷൻ നടത്തി മാറ്റണം. അതാണ് ചെയ്യാനുള്ളത്. മിനിമം 2 എടുത്ത്. എന്നാൽ എച്ച് സി എഫ് ആകുമ്പോൾ എല്ലാ സംഖ്യയിലും കോമൺ ഉണ്ടാവണം. എത്ര സംഖ്യ ഉണ്ട് അത്ര. ഇവിടെ ഇനി എത്ര സംഖ്യ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2 സംഖ്യയിൽ കോമൺ ഉണ്ടെങ്കിൽ കോമൺ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആകപ്പാട് 2 സംഖ്യ ഉള്ളൂ. അതുകൊണ്ടിപ്പോൾ ആ 2 സംഖ്യയിലും കോമൺ ആയിട്ടുള്ള എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 28, 144 പ്രൈം നമ്പേഴ്സും ഉണ്ടാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2 ഡിവൈഡ് ചെയ്ത് മാറ്റാം, പിന്നെ ഒരു 2 ഡിവൈഡ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒറ്റ സ്റ്റെപ്പ് വേണമെങ്കിൽ 4 എടുത്ത് മാറ്റാം. പക്ഷേ എൽ സി എം 2-ലധികം സംഖ്യകളുടെ എടുക്കാനാണെങ്കിൽ ഫാക്ടറൈസേഷൻ വഴി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കും. അപ്പോൾ എപ്പോഴും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം 2 എടുത്തു, 2 എല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ 2 തവണ എടുത്ത് ഒറ്റയടിക്ക് 4 എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ 2-ലധികം സംഖ്യകളുടെ എൽ സി എം ആണെങ്കിൽ അതിൽ തെറ്റ് സംഭവിക്കും. അപ്പോൾ എപ്പോഴും സിസ്റ്റമാറ്റിക്കായിട്ട് ആദ്യം 2 എടുത്തു, വീണ്ടും 2 ഉണ്ടെങ്കിൽ എടുത്തു, വീണ്ടും 2 ഉണ്ടെങ്കിൽ എടുത്തു. അപ്പോൾ 2 മൊത്തം എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം 3 എടുക്കുക. അങ്ങനെ എടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് പഠിക്കുക, വലിയ ജോലിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 2 തന്നെ ഞാൻ അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒറ്റ സ്റ്റെപ്പിന് എനിക്ക് 4 വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഞാൻ 2 എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 സംഖ്യയിലും 2 ഉണ്ട്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 2, 2, 4, 2, 8 14 കിട്ടി. ഇനി 144 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7, 2, 14, 2, 2, 4 72 കിട്ടി. 144 2 കൊണ്ട് അടിച്ചാൽ 72 കിട്ടി. വീണ്ടും 2 എടുക്കാനുണ്ട് ഇനിയും. അപ്പോൾ 2 എടുത്ത് 2 ഉണ്ടാവണം. അപ്പോൾ 2 വീണ്ടും ഉണ്ട്. അപ്പോൾ 2 വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. 7, 2, 14 അല്ലേ, 3, 2, 6 12 വന്നു. 6, 2, 12. ഇനി 2 എടുക്കാനില്ല. 2 എടുത്ത് 2 ഇല്ല, ഒരിടത്തേ ഉള്ളൂ. 3 എടുക്കാൻ ഒരിടത്തേ ഉള്ളൂ. 36 3 എടുക്കാം, പക്ഷേ 7-നകത്ത് 3 എടുക്കാനില്ല. 2 എടുത്ത് 2, 3, 5 പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കോമൺ എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി ഫാക്ടറൈസേഷൻ നടത്താനില്ല, കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ എൽ സി എം എന്നുള്ളത് എന്താണ്? എൽ സി എം എന്നുള്ളത് ഇത് മൊത്തവും കൂടെ ഗുണിക്കുക, ഇത് മൊത്തം കൂടെ ഗുണിക്കുക. അപ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് 2 × 2 × 7 × 36. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്.
4 × 7 28 അപ്പോൾ ഉത്തരം എന്നുള്ളത് 28 × 36 28 × 36 അപ്പോൾ 28 × 36 നോക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ഓപ്ഷനിലോട്ടൊന്ന് കണ്ണോടിക്കണം. ഓപ്ഷനിലോട്ട് കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മിക്കപ്പോഴും ഓപ്ഷൻ ഇതിനകത്ത് കണ്ട ഞാനൊരു ചോദ്യം ചെയ്ത വർക്കൗട്ട് ചെയ്യിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് കണ്ടതാണ്. അപ്പോൾ 28 × 36 ചെയ്യുമ്പോൾ നമുക്കറിയാം 28 36 കൂടെ ഗുണിച്ചാൽ 8 6 48 ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. ഇതിൻ്റെ റിസൾട്ട് 1008 അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 അപ്പോൾ 1008 കിട്ടുന്ന റിസൾട്ട്. പക്ഷേ ഞാൻ 1008 ഫുള്ള് ഗുണിച്ച് കണ്ടുപിടിക്കേണ്ട ആ കാര്യമില്ല. കാരണം എനിക്ക് അവസാനത്തെ ഡിജിറ്റ് കിട്ടിയാൽ ഓപ്ഷനകത്ത് അവസാനത്തെ ഡിജിറ്റ് 8 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളത് 1008 മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ലെങ്കിൽ 2 അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിജിറ്റുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ചെയ്യേണ്ടി വരത്തില്ല. ഫാക്ടറൈസേഷൻ ചെയ്യുക, അവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യുക, ഉത്തരം നോക്കുക, ഓപ്ഷൻ നോക്കുക ചെയ്യുക. ഞാൻ പറയുന്നത് മനസ്സിലായോ എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നീ വലിയ ക്വസ്റ്റ്യൻ വന്നാലും വലിയ സംഖ്യകളുടെ LCM ആണെങ്കിലും പറഞ്ഞത് മനസ്സിലായോടാ? ക്ലിയർ? ഓക്കെ, അത്രേ പറഞ്ഞോളൂ. അപ്പോൾ ഫുള്ള് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1008. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഓക്കെ, ഇഫ് 1/4 ഓഫ് എ നമ്പർ ഈസ് 6 ദെൻ 3/4 ഓഫ് ദി സെയിം നമ്പർ. ഒരു സംഖ്യയുടെ 1/4 എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു 1/3 എന്ന് വെച്ചാൽ 1/3 ആണ്. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ? 1/4 ഓഫ് എ നമ്പർ ഈസ് 6. ഒരു നമ്പറിൻ്റെ 4/1 6 ആണ് എങ്കിൽ അതിൻ്റെ 3/4 എത്ര ആണ് എന്ന് വെച്ചാൽ 3/4 എത്ര ആണ്? ഇതാണ് ചോദ്യം. 3/4 എത്ര ആണ്? ഒരു സംഖ്യയുടെ 1/4 6 ആണ് എങ്കിൽ 3/4 എത്ര ആണ്? ഇതാണ് ചോദ്യം. നമ്പർ അറിഞ്ഞൂടാ, ആ നമ്പറിൻ്റെ നെക്സ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആ നമ്പറിൻ്റെ 3/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു നമ്പറിൻ്റെ 1/4 തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സിൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 1/4 × x. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് 1/4 × x. ദാറ്റ് ഈസ് x/4. 1/4 × x എന്ന് വെച്ചാൽ x × 1/4. അപ്പോൾ x/4 എന്നുള്ളത് എത്ര? 6 ആണ്. ഇതാ തന്നേക്കുന്നത്. x/4 എന്നുള്ളത് 6 ആണ് എങ്കിൽ x എന്ത് കിട്ടും? x = നമുക്കറിയാം x കിട്ടണമെങ്കിൽ 4 അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കളഞ്ഞാൽ മതി. 4 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മേളിൽ പോകും, കാരണം അടിയിലാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് 24 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില, അതായത് നമ്മുടെ സംഖ്യ എന്നുള്ളത് 24 ആണ്. സംഖ്യ എത്രയാണ്? 24 ആണ് എങ്കിൽ അതിൻ്റെ 3/4 എത്ര ആണ്? അപ്പോൾ 24ൻ്റെ 3/4 എന്ന് വെച്ചാൽ 24 × 3/4 ആണ്. ഇത്രയേ ഉള്ളൂ. 3/4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 24 4 ക്യാൻസൽ ചെയ്യാം. 4 വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 6 കിട്ടി. 6 × 3 എത്ര? 18. 6 × 3 18. ഏതാ ഉത്തരം? ഓപ്ഷൻ 2 ആണ് ഉത്തരം. മനസ്സിലായോടാ? പറഞ്ഞ ഓക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? മനസ്സിലായോ? യെസ് ഓർ നോ? ഓക്കെ, നമ്മൾ ഇന്നലെ ഇതേ മോഡൽ ചെയ്തായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്തില്ലേ? ഇത് കണക്ക്. അപ്പോൾ അവിടെ x ഇട്ട് ചെയ്യുക, പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ x ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. x 24 ആണ്. ഓക്കെ, അപ്പോൾ 1/4 എന്ന് വെച്ചാൽ 1/4 ആണ്. 3/4 എന്ന് വെച്ചാൽ 3/4 ആണ്. ആ സംഖ്യയുടെ 3/4. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതൊക്കെ x/4ൻ്റെ വില 3 ആണ്, 6 ആണ്. സോറി, 6 ആണ്. അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ 3/4 × x ആണ്. അപ്പോൾ ഓൾറെഡി x/4 ഉണ്ട്. അപ്പോൾ x/4ൻ്റെ അടുത്ത് മേളിൽ 3/4 കിട്ടണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിൽ 3 കൊണ്ട് ഗുണിച്ചാൽ ബാലൻസ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലും ഗുണിക്കുക. അപ്പോൾ 3x/4 എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ 3x/4 എന്ന് പറഞ്ഞാൽ 18 ആയിരിക്കും. ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, x കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഓൾറെഡി ഈ ചോദ്യത്തിൽ നമുക്ക് 3/4 കണ്ടുപിടിക്കണമെങ്കിൽ 3/4 × x ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി x/4 ഉണ്ട്. x/4നെ 3/4 ആക്കണമെങ്കിൽ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ലെഫ്റ്റ് സൈഡിൽ ഗുണിച്ചാൽ റൈറ്റ് സൈഡിലും ഗുണിക്കുക. അപ്പോൾ 6 × 3 18. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, പറഞ്ഞത് മനസ്സിലാക്കുക, ശ്രദ്ധിക്കാം. ദ സിമ്പിൾ ഫോം ഓഫ് ദി റേഷ്യോ 300:250. 300:250ൻ്റെ സിമ്പിളായ ചെറുതായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും റേഷ്യോയിൽ? ഇത് ചെറുതാക്കാൻ. ഓക്കെ, 300:250 ചെയ്തു. നമുക്കറിയാം, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ നിങ്ങൾ. A:B എന്ന് വെച്ചാൽ അറിയാമല്ലോ, A/B. 300:250 റേഷ്യോ എടുക്കാനാണ്. 300:250 എന്ന് വെച്ചാൽ 300 ഈ ഇടുന്ന 2 കുത്തെന്ന് പറഞ്ഞാൽ കോളൻ എന്ന് വെച്ചാൽ അത് ഡിവിഷനാണ്, ഡിവൈഡഡ് ബൈ എന്നാണ്. അപ്പോൾ 300/250. ഞാൻ ഡിവിഷൻ്റെ വരെയൊന്നും ഇടുന്നില്ല. അപ്പോൾ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ മേളിലും താഴെ ഒരേപോലെയുള്ള വെട്ടിക്കളയും. അപ്പോൾ 0 വെട്ടി 0 വെട്ടി 0 എന്ന് വെച്ചാൽ 10 ആണ് അവിടെ. അപ്പോൾ 10, 300 എന്ന് വെച്ചാൽ 30 × 10 ആണ്. അപ്പോൾ 300ൻ്റെ 10 വെട്ടി 250ൻ്റെ 10 വെട്ടി. ഇനി 30 ഉണ്ട് 25 ഉണ്ട്. നമുക്ക് മേളിലും താഴെ എത്ര ഉണ്ട്? 5 ഉണ്ട്. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5 വെട്ടിക്കളഞ്ഞാൽ 6 × 30. ഇവിടുത്തെ 5 വെട്ടിക്കഴിഞ്ഞാൽ 5 × 25. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിവിഷനാണ്. അപ്പോൾ മേളി വെട്ടിയാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെട്ടിയാൽ റൈറ്റ് സൈഡിലും കൂടെ വെട്ടണം റേഷ്യോയ്ക്കകത്തുള്ള.
ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ മേളിൽ വെട്ടിയാൽ താഴെയും വെട്ടണം എന്നതുപോലെ ഇവിടെ 5 വെട്ടിയാൽ ഇവിടെയും കൂടെ 5 വെട്ടണം. ഇവിടെ 5 വെട്ടിയിട്ട് പോരുത്, രണ്ടിടത്തും വെട്ടണം. അപ്പോൾ 5 ക്യാൻസൽ ചെയ്തു. ഇനി വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതിനെ ചെറിയ രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? 6:5 എന്ന് എഴുതാം. ഏതാ ഉത്തരം? ഓപ്ഷൻ 4 ഉത്തരം. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ രാഹുൽ, വെരി ഗുഡ്. ഫായിസ്, ഓക്കെ, മനസ്സിലായല്ലോടാ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യടാ, മനസ്സിലായോ ഇല്ലയോ? ഓക്കെ, എന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. എ പേഴ്സൺസ് മന്ത്ലി സാലറി ഈസ് 28,000. ഇഫ് ഹി സ്പെൻഡ് 22,400 എവരി മന്ത്. ചെലവഴിക്കുന്നത് 22,400 രൂപയാണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഹിസ് മന്ത്ലി സാലറി ടു ഹിസ് മന്ത്ലി സേവിങ്സ്. മന്ത്ലി സാലറി, മാസവരുമാനവും മാസത്തിൽ സേവ് ചെയ്യുന്നതും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? അപ്പോൾ ചോദ്യത്തിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് 28,000 രൂപ അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ശമ്പളമാണ്. അയാൾ എന്നിട്ട് 22,400 രൂപ എന്ത് ചെയ്യുന്നു? അയാൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യല്ല, സ്പെൻഡ് ചെയ്യുന്നു, ചിലവഴിക്കുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. കാരണം നമുക്കറിയാം ഒരാളുടെ വരുമാനമുണ്ട്, ഇൻകം, അയാളുടെ എക്സ്പെൻഡിച്ചർ, ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി അയാളുടെ സേവിങ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇൻകം കിട്ടണമെങ്കിൽ എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തന്നിട്ടുണ്ട് ഇയാളുടെ വരുമാനം 28,000 രൂപയാണ്. അപ്പോൾ 28,000 രൂപ ഇയാളുടെ വരുമാനമാണ്. ഇയാൾ ചിലവഴിക്കുന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്ര? 22,400 അപ്പോൾ ബാക്കി എന്താണ്? അയാളുടെ സേവിങ്സ് ആണ്. അപ്പോൾ സേവിങ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 28,000 മൈനസ് 22,400 എന്നിട്ട് ഇൻകമും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. 600 കൂട്ടിയാൽ 23 ആവും. പിന്നെ 5,000 കൂടെ കൂട്ടിയാൽ 28 ആവും. അപ്പോൾ 5,600 ഇയാളുടെ സേവിങ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കി സേവിങ്സ് എന്നുള്ളത് 5,600. അപ്പോൾ സേവിങ്സ് 5,600 രൂപ, 600 രൂപ. അയാളുടെ ഇൻകം 28,000 രൂപ. നമ്മുടെ ചോദ്യം എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുന്നത്? മന്ത്ലി സാലറിയും മാസവരുമാനവും മന്ത്ലി ഉള്ള സേവിങ്സും. അപ്പോൾ മന്ത്ലി സാലറി ഓൾറെഡി എത്ര? സാലറിയും എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? സേവിങ്സും തമ്മിലുള്ള റേഷ്യോ. ഇൻകമും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ ആണ്. സാലറി എന്നുള്ളത് എത്രടാ? 28,000 സാലറി 28,000 സേവിങ്സ് എത്രയാണ്? 5,600 റേഷ്യോ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഡിവിഷനാണ്. ഇനി സിംപ്ലിഫൈ ചെയ്യുക. റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷനാണ്, റേഷ്യോ കണ്ടുപിടിക്കാനാണ് ഡയറക്റ്റ്. ശ്രദ്ധിക്കുക, ആദ്യം വരുമാനമാണ് വേണ്ടത്. ആദ്യം വരുമാനത്തിൻ്റെ വില 28,000. രണ്ടാമത് സേവിങ്സ് ആണ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ 5,600 രൂപ. അപ്പോൾ നമുക്കിവിടെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ നോക്കിയേ, 2 0 100 വെട്ടി, മേളത്തെയും താഴത്തെയും വെട്ടി. ഇനി 280 56. അപ്പോൾ നമുക്ക് 280 28 × 10 ആണ്. അപ്പോൾ 28ൻ്റെ 2 ടൈംസ് ആണ് 56. വേണമെങ്കിൽ ഒറ്റയടിക്ക് വെട്ടാം. ഇല്ലെങ്കിൽ നിങ്ങൾ 7 കൊണ്ട് വെട്ടിയിട്ട് പിന്നെ വെട്ടിയാലും മതി. അപ്പോൾ നമുക്ക് 7 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, ബുദ്ധിമുട്ടുള്ളൂ. കാരണം 56 28 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് അറിയാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് 28 × 2 56 അപ്പോൾ 28 56 വെട്ടി ഇവിടെ 2 വരും, ഇവിടെ 1 വരും. അപ്പോൾ 1 × 10 10 എത്ര കിട്ടും? 10:2. വീണ്ടും നമുക്ക് 10ഉം 2ഉം കൂടെ വെട്ടി 5:1 ആക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പോൾ ഞാനിപ്പോൾ വെട്ടി ചെറുതാക്കിയപ്പോൾ 280:56 കിട്ടി. വീണ്ടും ചെറുതാക്കാം. നമുക്ക് വെട്ടുമ്പോൾ ഞാനിപ്പോൾ 7 കൊണ്ട് വെട്ടി കാണിക്കാം. അപ്പോൾ 4 7 28, അപ്പോൾ 40 വന്നു. ഇവിടെ 7 വെട്ടിക്കഴിഞ്ഞാൽ 8 7 56. ഇനി 8 ഉണ്ട്, 40 ഉണ്ട്. നമുക്കറിയാം 5 × 8 40. അപ്പോൾ 8 ക്യാൻസൽ ചെയ്തു, 8 ഇവിടുത്തെ 8 ക്യാൻസൽ ചെയ്താൽ 5 കിട്ടി. അപ്പോൾ ഇത് ചെറുതാക്കിയപ്പോൾ എത്ര കിട്ടി? 5:1 കിട്ടി. അപ്പോൾ ഏതാ? 4 ഉത്തരം. ക്ലിയർ ആണോടാ? ക്ലിയർ? അർജുൻ, അഭിഷേക്, ആകാശ്, അരുൺ ദേവ്, ബാക്കിയുള്ളവരെല്ലാം, ഫായിസ്, പറഞ്ഞത് മനസ്സിലായോ? റേഷ്യോ ഡിവിഷനാണ്, പറഞ്ഞിരിക്കുന്ന വില വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോടാ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നിങ്ങളൊരു മറുപടി തരുന്നില്ല. അർജുൻ ഓക്കേടാ. ബാക്കിയുള്ളവർ ഒന്ന് പറഞ്ഞേ, ഓക്കെ അല്ലേ? സംശയം ഉണ്ടോടാ? വെട്ടിയത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്ലിയർ? ഡിവിൻ ഓക്കേടാ. ഡിവിഷൻ എന്ന് വെച്ചാൽ റേഷ്യോ എന്ന് വെച്ചാൽ ഡിവിഷനാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു 7 വെട്ടിയാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കാരണം ഈസ്റ്റ് എന്ന് വെച്ചാൽ ഡിവിഷനാണ്. അപ്പോൾ മേളെന്ന് വെച്ചാൽ ഡിവിഷൻ്റെ വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മേളിൽ വെട്ടിയാൽ താഴെയും കൂടെ വെട്ടണം, ലെഫ്റ്റ് സൈഡിൽ വെട്ടിയാൽ റൈറ്റ് സൈഡിലേയും കൂടെ വെട്ടണം. ഒരിടത്ത് മാത്രം വെട്ടിയിട്ട് പോരുത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇതും. ഐശ്വര്യ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days and Rani can complete the same work in 18 days.
ഹൗ ലോങ് വിൽ ദേ ടേക്ക് ഇഫ് ബോത്ത് ഐശ്വര്യ ആൻഡ് റാണി വർക്ക് ടുഗദർ. അതായത് ഐശ്വര്യ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 6 ദിവസം എടുക്കും, അതേ ജോലി റാണി കംപ്ലീറ്റ് ചെയ്യാൻ 18 ദിവസം എടുക്കും. എങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നാണ് ചോദ്യം. കാരണം ഇതേ മോഡൽ ചോദ്യങ്ങളിൽ 2 എണ്ണേ ഉള്ളെങ്കിൽ നമുക്ക് ഉത്തരം തമ്മിൽ ഗുണിച്ചിട്ട് തമ്മിൽ കൂട്ടുക അല്ലെങ്കിൽ തമ്മിൽ ഗുണിച്ചിട്ട് തമ്മിൽ കുറയ്ക്കുക, ആ രൂപത്തിൽ ചെയ്താൽ മതി. അപ്പോൾ റാണി ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, റാണി എടുക്കുന്ന സമയം 6 ദിവസമാണ്. റാണി എടുക്കുന്ന സമയം ഓക്കെ. ഐശ്വര്യ ഐശ്വര്യയാണ് 6 ദിവസം, ഐശ്വര്യ 6 ദിവസമാണ്. റാണി എത്ര ദിവസമാണ്? റാണി 18 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ജോലി ചെയ്താൽ, റാണി ഐശ്വര്യയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ നമുക്കറിയാം രണ്ടുപേരും കൂടെ ജോലി ചെയ്താൽ ഉത്തരം എന്തായാലും 6 താഴെ ആയിരിക്കണം, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഈ 2 എണ്ണം ഉള്ള മോഡൽ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നുകിൽ തമ്മിൽ ഗുണിച്ചിട്ട് രണ്ട് സംഖ്യയുടെ തമ്മിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ബൈ തമ്മിൽ കൂട്ടുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ തമ്മിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ബൈ ആ 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഉത്തരം 2 എണ്ണം ഉള്ളെങ്കിൽ. പിന്നെ ലോജിക്കും കൂടെ നോക്കണം, നമുക്ക് ചെറുതാകണമെങ്കിൽ അടിയിൽ കൂട്ടണം, വലുതാവണം തന്നിരിക്കുന്ന സംഖ്യകളെക്കാട്ടി വലുതാകണമെങ്കിൽ അടിയിൽ കുറയ്ക്കണം. ഇതാണ് ലോജിക്ക് ഇവിടുത്തെ. അപ്പോൾ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഇവിടെ അറിയാം രണ്ടുപേരും കൂടെ ജോലി ചെയ്താൽ ഉത്തരം എന്തായിരിക്കണം? 6 താഴെ ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? തമ്മിൽ ഗുണിക്കുക 6 × 18 ബൈ 6 + 18 എത്ര? 24. 6 + 18 24. ദാറ്റ്സ് ഓൾ. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6 24 ക്യാൻസൽ ചെയ്തു. 1 6 6 4 6 24. ഇനി 18ഉം 4ഉം കൂടെ വെട്ടാൻ 2 കൊണ്ട് 9 2 18 2 2 4. മേളി വെട്ടിയാൽ താഴെയും വെട്ടണം. അപ്പോൾ ഉത്തരം 9/2 എന്നാണ് കിട്ടിയത്. ഉത്തരം 9/2 എന്നല്ല കൊടുത്തേക്കുന്നത്, ദശാംശത്തിലുള്ളത്. 9/2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണസംഖ്യ അല്ല, ദശാംശ സംഖ്യയാണ്. നമുക്കറിയാം 8ൻ്റെ പകുതി 4ആണ്, 10ൻ്റെ പകുതി 5ആണ്. അപ്പോൾ അതിന് 2നും ഇടയ്ക്ക് വരുന്നതാണ് 9ൻ്റെ പകുതി. 9ൻ്റെ പകുതി എന്ന് വെച്ചാൽ അറിയാം 4.5 ആയിരിക്കും. ഡിവിഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഉത്തരം ഏതാണ്? 4.5 ഡേയ്സ് ആണ്. ദാറ്റ്സ് ഓൾ. 2 എണ്ണം ഉള്ളതുകൊണ്ട് തമ്മിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ബൈ തമ്മിൽ കൂട്ടുക. ഇവിടെ ഉത്തരം ചെറുതാകണം. ഇനി വേറെ രീതി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ചോദ്യം പറയുകയാണ്, ഐശ്വര്യ റാണിയും കൂടെ ചേർന്ന് ഒരു ജോലി 4.5 ദിവസം കൊണ്ട് തീർക്കും, ഐശ്വര്യ തനിച്ച് 6 ദിവസം കൊണ്ട് തീർക്കും, എങ്കിൽ റാണി തനിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ അവിടെ തമ്മിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ബൈ കൂട്ടുകയല്ല കുറയ്ക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 2 എണ്ണമുള്ള മോഡൽ ചോദ്യം ഇത്രയേ ഉള്ളൂ ഉത്തരം. ഒന്നുകിൽ ഗുണിച്ചിട്ട് കൂട്ടുക അല്ലെങ്കിൽ ഗുണിച്ചിട്ട് കുറയ്ക്കുക. അപ്പോൾ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ബൈ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. അവിടെ എക്സാം ഹാളിൽ ചെറിയ സംശയം വന്നാൽ രണ്ടും അങ്ങ് ചെയ്യുക. അപ്പോൾ രണ്ടും അങ്ങ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒന്നേ ഉത്തരത്തിൽ കാണത്തുള്ളൂ, ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ തമ്മിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ബൈ കുറച്ചായിരുന്നെങ്കിൽ 6 × 18 6 × 18 ബൈ 18 - 6 എന്ന് പറഞ്ഞാൽ 12 കിട്ടും. കൂട്ടുന്നതിന് വരെ കുറച്ച് വെച്ചായിരുന്നെങ്കിൽ. അപ്പോൾ 6ഉം 12ഉം കൂടെ വെട്ടി 2 കിട്ടി, 2ഉം 18ഉം കിട്ടി എത്ര? 9. അത് ഓപ്ഷൻ ഇതിനകത്തില്ല. 2 കൂടെ. അപ്പോൾ എക്സാം ഹാളിൽ സംശയം വന്നാൽ 2 തന്നെയാണ്, ഏതെങ്കിലും ഒന്നേ ഓപ്ഷൻ ഇതിനകത്തുള്ളെങ്കിൽ അതങ്ങ് എടുത്താൽ മതി. ഇനി 2 ഉണ്ടെങ്കിൽ, 9 ഉണ്ട് 4.5 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോജിക്ക് വെക്കണം. ഉത്തരം എന്തായാലും 6 താഴെ വരത്തുള്ളൂ, 6 മേളിൽ പോകത്തില്ല, 6 പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഉത്തരം 4.5. അതാണ് ലോജിക്ക് ഇവിടുത്തെ. നെക്സ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് 15 മീറ്റർ ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 17 മീറ്റർ. ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? അതിൻ്റെ ലെങ്ത് ഉണ്ട്. ഒരു ഫിഗർ അങ്ങ് വരയ്ക്കുക. ഒരു റെക്ടാങ്കിൾ, അതിൻ്റെ ലെങ്ത് ഉണ്ട് എത്രയാണ്? ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 മീറ്ററാണ്. അതിൻ്റെ ഡയഗണൽ 17 മീറ്ററാണ്. 17 മീറ്ററാണ് എങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്ര? പെരിമീറ്റർ നമുക്കറിയാം, ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെങ്കിൽ പെരിമീറ്റർ കാണണമെങ്കിൽ ചുറ്റളവിന് ഡയഗണൽ നോക്കേണ്ട കാര്യമില്ല. ചുറ്റളവ് കാണാൻ ഡയഗണൽ നോക്കണ്ട, ചുറ്റുമുള്ള അളവ്. അപ്പോൾ L + B + L + B നമുക്കറിയാം പെരിമീറ്ററിൻ്റെ ഫോർമുല 2 × L + B ആണ്. 2L 2B. അപ്പോൾ ചേർത്ത് നമുക്ക് 2 × L + B എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എല്ലും B വേണം, B ഇല്ല. അപ്പോൾ B കണ്ടുപിടിക്കുക. അപ്പോൾ ഈ B എന്നുള്ള ബ്രെഡ്ത്ത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ഇവിടെ ഡയഗണൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പൈതഗോറസ് മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ ഇത് പാദമാണ്, ഡയഗണൽ എന്നുള്ളത് അതിൻ്റെ കർണമാണ്. അപ്പോൾ ഈ ലംബം കണ്ടുപിടിക്കുക, അതാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. സാധാരണ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ആണെങ്കിൽ പ്രശ്നമില്ല, ജസ്റ്റ് അങ്ങനെ എക്സാമിന് ചോദിക്കും, ലെങ്തും ബ്രെഡ്ത്തും ഡയറക്റ്റ് തന്നിട്ട് പെരിമീറ്റർ കണ്ടുപിടിക്കുക. ഇവിടെ ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ ലെങ്ത് ബ്രെഡ്ത്ത് ഇല്ല. അപ്പോൾ ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം പൈതഗോറസ് തിയറം ഉപയോഗിച്ച്. പൈതഗോറസ് തിയറം പ്രകാരം ഈ ബ്രെഡ്ത്ത് എന്നുള്ളത് അതിൻ്റെ ലംബമാണ്, മട്ടത്രികോണത്തിൻ്റെ ലംബമാണ്. അപ്പോൾ ഈ മട്ടത്രികോണത്തിൻ്റെ ലംബം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എങ്ങനെ? സ്ക്വയർ റൂട്ട് ഓഫ് കർണം സ്ക്വയർ. കാരണം ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശമാണ് അതിൻ്റെ കർണം.
അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. പാദം എന്നുള്ളത് അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഈ അളവ് കിട്ടണമെങ്കിൽ ലംബം കിട്ടണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. ഇതാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പൈതഗോറസ് തിയറമൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പറ, ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? സോർണോ മനസ്സിലാവുന്നുണ്ടോടാ? ഈ കമൻറ്റ് കുറവാണ്, പറഞ്ഞേ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ മട്ടത്രികോണമുണ്ട്. മട്ടത്രികോണത്തിൻ്റെ പാദവും ലംബവും തന്നു. ഇതാണ് പാദം. ഇപ്പം ഞാൻ പാദത്തിനെ എന്ന് വിളിച്ചു, ലംബത്തിനെ ബി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നീളം കൂടിയ വശമാണ് കർണം. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശമാണ് കർണം. അപ്പോൾ ഇവിടുത്തെ മട്ടത്രികോണത്തിൻ്റെ നീളം കൂടിയ വശം എന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ എന്താണ്, അതിൻ്റെ ഡയഗണലാണ് ഇവിടുത്തെ കർണം എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ എയും ബി ഉണ്ട്, പാദവും ലംബവും ഉണ്ട്. അപ്പോൾ കർണം കിട്ടണമെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുക്കണം. അതായത് സ്ക്വയർ റൂട്ട് തന്നെ അതിൻ്റെ ലെങ്ത് കിട്ടണമെങ്കിൽ, കർണത്തിൻ്റെ ലെങ്ത് കിട്ടണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇനി പകരം നീ ശ്രദ്ധിക്കുക, നമുക്കിവിടെ എന്തുണ്ട്, കർണം ഉണ്ടെന്ന് വിചാരിക്കുക. കർണത്തിന് ഞാൻ എ എന്ന് വിളിച്ചു, പാദവും ഉണ്ട്. കർണം എ ആണ്, പാദവും ഉണ്ട്, ബി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ലംബം കണ്ടുപിടിക്കണം. അപ്പോൾ ലംബം കിട്ടണമെങ്കിൽ ലംബം എന്ന് പറഞ്ഞാൽ കർണത്തെക്കാട്ടി ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് കർണത്തിൻ്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതേ കണക്ക് തന്നെ നമ്മൾ വരയ്ക്കുകയാണ്. ഒരു മട്ടത്രികോണം വരച്ചു. ആ മട്ടത്രികോണത്തിൻ്റെ കർണമുണ്ട്, കർണത്തിനെ എ എന്ന് വിളിച്ചു. ലംബമുണ്ട്, ലംബത്തിനെ ബി എന്ന് വിളിച്ചു. അപ്പോൾ പാദം എന്നുള്ളത് കർണത്തിനെക്കാട്ടി ചെറുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലെങ്ത് കിട്ടണമെങ്കിൽ ഇതേ കണക്ക് തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഉണ്ട്, പിന്നെ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതാണ് പൈതഗോറസ് തിയറം. അപ്പോൾ കർണ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്കിത് 17ൻ്റെ സ്ക്വയർ മൈനസ് 15ൻ്റെ സ്ക്വയർ ആണ്. 17ൻ്റെ സ്ക്വയർ കാണാതെ അറിയുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത്ര 289 ആണ്. 17ൻ്റെ സ്ക്വയർ 46 ആണോടാ? നീ ഉത്തരം പറഞ്ഞാണ്. ഓക്കെ. 17ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 289 ആണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 17ൻ്റെ സ്ക്വയർ അറിയാം. അല്ലെങ്കിൽ 17ൻ്റെ സ്ക്വയർ അറിയാത്തവർ 17 × 17 കണ്ടുപിടിച്ചിട്ട് 17ൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ? 17ൻ്റെ സ്ക്വയർ 17 × 17 കണ്ടുപിടിക്കുക. അത് 289 കിട്ടും. ഇനി 15ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 15 × 15 ആണ്. അതെന്ന് പറഞ്ഞാൽ എത്ര? 225 കിട്ടും. അപ്പോൾ അത് രമ്മി കുറയ്ക്കുമ്പോൾ 289 മൈനസ് 225 കുറയ്ക്കുമ്പോൾ 9ൽ നിന്ന് 5 പോയാൽ 4 കിട്ടി, 8ൽ നിന്ന് 2 പോയാൽ 6 കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 64 കിട്ടി. 64. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞു. സ്ക്വയർ റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില 8 എന്ന് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഞാൻ വേണമെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എടുത്താൽ മതി. ഇവിടെ എയുടെ സ്ഥാനത്ത് എത്ര? എയുടെ സ്ഥാനത്ത് 17ഉം ബിയുടെ സ്ഥാനത്ത് 15ഉം ആണ്. അപ്പോൾ 17 + 15 17 + 15 17 27 32 32 ഇൻറ്റു 17 - 15 17 - 15 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 32 × 2 64. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വില 64 എന്ന് കിട്ടാൻ പറ്റും. അപ്പോൾ അവിടെ സ്ക്വയർ എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മാത്രം മനസ്സിലായവർ എങ്ങനെ ചെയ്യാം. അപ്പോൾ റൂട്ട് 64 കിട്ടും. റൂട്ട് 64 എന്ന് പറഞ്ഞാൽ എത്ര? 8 ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ വില 8 കിട്ടും. 17ൻ്റെ സ്ക്വയർ അറിയാത്തവർക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത്. സമയം എടുക്കുന്നത് പഠിക്കാത്തവർക്ക്. പഠിച്ചു വയ്ക്കുന്നവർക്ക് പ്രശ്നമില്ല. 17ൻ്റെ സ്ക്വയർ 289 ആണ്, 15ൻ്റെ സ്ക്വയർ 225 ആണ്. തമ്മിൽ കുറയ്ക്കുമ്പോൾ 64 കിട്ടും. റൂട്ട് 64 8 ആണ്. ഇനി കാണാതെ പഠിച്ചു വെക്കാത്ത ഒരാൾ ഇങ്ങനെ ചെയ്യാം. അതാണ് പറഞ്ഞത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വില 8 കിട്ടി. അപ്പോൾ ഇത് 8 കിട്ടിയാണെങ്കിൽ നമുക്ക് എന്താ? 2 × 15 + 8. അപ്പോൾ 15 + 8 എന്ന് പറഞ്ഞാൽ 23 ആണ്. അപ്പോൾ 2 × 23 2 × 23 എന്ന് പറഞ്ഞാൽ എത്ര? 46. ഇത്രയേ ഉള്ളൂ. 46 മീറ്ററാണ്. 46 മീറ്ററാണ്. ഓപ്ഷൻ 4 ആണ്. മനസ്സിലായ എല്ലാവർക്കും? ഒന്ന് കമൻറ്റ് ചെയ്ത്, എല്ലാവരും ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത്. ഓക്കെ ആണോ പറഞ്ഞത്? നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ചിലപ്പോൾ ഡയറക്റ്റ് ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. എങ്ങനെ? ലെങ്തും ബ്രെഡ്ത്തും തരും. അതിനകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ക്ലിയർ ആണല്ലോടാ? ഒന്ന് കമൻറ്റ് ചെയ്ത്, എല്ലാവരും ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഓക്കേടാ. ബാക്കി ആരും ഇല്ലയോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2/5 of a number when added to itself gives a sum of 63.
അതായത് ഒരു നമ്പറിൻ്റെ 2/5 കൂടി ആ നമ്പർ കൂട്ടിയപ്പോൾ 63 കിട്ടി എങ്കിൽ നമ്പർ ഏതാണ്? നല്ല ചോദ്യമാണ്. ഇതൊക്കെ നമുക്ക് കയറി വരുന്ന ചോദ്യങ്ങളാണ്. ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ എക്സ് ഇട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഒരു നമ്പറിൻ്റെ 2/5 കൂടി ആ നമ്പർ കൂട്ടിയപ്പോൾ, ടു ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ആ നമ്പർ കൂട്ടിയപ്പോൾ, ഒരു നമ്പറിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ എക്സിൻ്റെ 2/5 കൂടി എക്സ് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 63 കിട്ടി. എങ്കിൽ എക്സിൻ്റെ വില എത്രയാണ്? എക്സിൻ്റെ 2/5 എന്ന് പറഞ്ഞാൽ സംഖ്യ എക്സ് എന്ന് വിളിച്ചു. എക്സിൻ്റെ 2/5 എന്ന് പറഞ്ഞാൽ 2/5 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ നമുക്കിതിനെ 2x/5 എന്ന് എഴുതാം. അതിനോടുകൂടി എന്ത് കൂട്ടുന്നു? വെൻ ആഡഡ് ടു ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെ കൂട്ടുന്നു. നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇതിനോടുകൂടി എക്സ് കൂട്ടുന്നു. എക്സ് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 63 കിട്ടി. എങ്കിൽ എക്സിൻ്റെ വില എന്താണെന്ന് ചോദ്യം. സംഖ്യ ഏത്? എക്സ് ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുക. ബാക്കി ചെയ്തു. അപ്പോൾ ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ. 2/5 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. അപ്പോൾ 2/5 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 2x/5 ആണ്. പ്ലസ് എക്സ് അതേ നമ്പർ തന്നെ കൂട്ടുമ്പോൾ 63 കിട്ടുന്നു. ഒരു സംഖ്യയുടെ 2/5 കൂടി ആ സംഖ്യ കൂട്ടിയപ്പോൾ 63 കിട്ടി. എങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ 2x പ്ലസ് 5x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2x ഇൻറ്റു 1 2x, 5 ഇൻറ്റു എക്സ് 5x ഡിവൈഡ് ബൈ 5 ഇൻറ്റു 1 5 ഈക്വൽ ടു 63. അപ്പോൾ 2x പ്ലസ് 5x മേളിലുണ്ട്. ആ 2x പ്ലസ് 5x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇട്ടിട്ട് 5 + 2 എത്ര? കോഎഫിഷ്യൻ്റ് തമ്മിൽ കൂട്ടി 7x/5 ഈക്വൽ ടു എത്ര? 63. അപ്പോൾ നമുക്ക് എക്സ് കിട്ടണമെങ്കിൽ ഈ 7ഉം 5ഉം റൈറ്റ് സൈഡിലേക്ക് കളഞ്ഞാൽ മതി. 5 മേളിൽ പോവും, 7 താഴെ വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 63 ഇൻറ്റു 5/7. നമുക്കറിയാം 7ഉം 63 വെട്ടി 9/7 ആണ് 63. അപ്പോൾ മേളത്തെയും താഴത്തെ 7 ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് 9 ഇൻറ്റു 5 എത്ര കിട്ടി? 45. അപ്പോൾ നമ്മുടെ സംഖ്യ എന്നുള്ളത് എത്രയാണ്? സംഖ്യ എന്നുള്ളത് 45 ആണ്. മൂന്നാമത്തെയാണ് ഉത്തരം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു 72 ഫൈൻഡ് ആംഗിൾ സി. നല്ല എളുപ്പമുള്ള ചോദ്യം. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമായിരിക്കും. 72 ഡിഗ്രിയാണ്. എങ്കിൽ ആംഗിൾ സിയുടെ വില എത്രയാണ്? അപ്പോൾ ജസ്റ്റ് ഒരു ഫിഗർ ട്രയാങ്കിൾ വരയ്ക്കുക. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കണക്കായിരിക്കില്ല ആംഗിൾ വരുന്നത്. ജസ്റ്റ് ചുമ്മാതെ വരയ്ക്കുക എന്തായാലും. അപ്പോൾ രണ്ട് ആംഗിൾസ്, ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ ഈ ആംഗിൾ എയും ആംഗിൾ ബിയും 72 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. ഒരു ത്രികോണത്തിൻ്റെ കേസിൽ ആംഗിൾ തുല്യമാണെങ്കിൽ അതിനെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ 72 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം, ഈ വശവും ഈ ബിയുടെ ആംഗിൾ ബി 72 ആണ്. അതിന് നേരെയുള്ള ഈ വശവും തുല്യമായിരിക്കും. അതായത് ഈ ലെങ്തും തുല്യമായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഈ ലെങ്തും തുല്യമായിരിക്കും. അതായത് തുല്യമായിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകളും ഓൾറെഡി തുല്യമായിരിക്കും. അപ്പോൾ തിരിച്ചും പറയാം നമുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പം ഇവിടെ ആംഗിൾ തുല്യമെന്ന് തരാതെ വശങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞു തരും. ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഈ എ സിയും ബി സിയുടെയും നീളം തുല്യമാണ്. ആംഗിൾ എയുടെ വില 72 ആണ്. എങ്കിൽ ആംഗിൾ സി എത്രയാണ്? എങ്ങനെ ചോദിക്കും? അതെ, ഈ വശവും എ സിയും ബി സിയും തുല്യമാണ് എന്നിട്ട് ചോദിക്കും. എന്നിട്ട് ഈ ആംഗിൾ എ മാത്രം തരും. ആംഗിൾ എ 72. അപ്പോൾ ആംഗിൾ എ 72 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആംഗിൾ ബി 72 ആയിരിക്കും. കാരണം ഈ രണ്ട് വശം തുല്യമാണെങ്കിൽ അതിനെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അത് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഈ 2 കോണ് കിട്ടിയെങ്കിൽ മൂന്നാമത്തെ കോൺ കിട്ടണമെങ്കിൽ നമുക്കറിയാം 3 കോണും കൂടെ കൂട്ടിയാൽ 180 ആണ്. 3 കോണും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ അതിൽ 2 കോണിൻ്റെ അളവുണ്ട്, 72. അപ്പോൾ 72 കൂടെ കൂട്ടിയാൽ 140, 144 ആണ്. അപ്പോൾ 3 കോണും കൂടെ കൂട്ടി 180 ആണെങ്കിൽ അപ്പോൾ മറ്റേ കോൺ ലാസ്റ്റ് ഈ ആംഗിൾ സി എന്നുള്ളത് 180 മൈനസ് എത്ര? 144 ആയിരിക്കും അല്ലേ? കുറയ്ക്കുമ്പോൾ 10 നിന്ന് 4 കുറച്ച 6, 7 നിന്ന് 4 കുറച്ച 3, 36 ഡിഗ്രി. ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഓൾറെഡി 144 ആണെങ്കിൽ 180ൻ്റെ അവസാനത്തെ ഡിജിറ്റ് 0 ആണ്. അപ്പോൾ 180ൻ്റെ അവസാനത്തെ ഡിജിറ്റ് 0 ആയതുകൊണ്ട് തന്നെ 144 ഒറ്റയുടെ സ്ഥാനത്ത് 6 സംഖ്യ കൂട്ടിയാലേ 0 കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ 36. അപ്പോൾ അത് കുറയ്ക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഡിബിൻ വെരി ഗുഡ്. പറഞ്ഞത് മനസ്സിലായി എല്ലാവർക്കും? അപ്പോൾ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ വശം വെച്ചുകൊണ്ടും തരും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം പറയുകയാണ്. 20% ഓഫ് 225 ലിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 225 ലിറ്ററിൻ്റെ 20% എത്ര? 200 എക്സിൻ്റെ പെർസെൻറ്റേജ് കാണണമെങ്കിൽ അറിയാം. പെർസെൻറ്റേജ് കാണണമെങ്കിൽ x × a/100 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ്?
225-ൻ്റെ എത്ര ശതമാനം? 20% കണ്ടുപിടിക്കണം. അപ്പോൾ 225 ഇൻറ്റു 20/100. ഇത്രയേ ഉള്ളൂ. 0 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു. 2ഉം 10ഉം വെട്ടി 5 കിട്ടി. ആയി 2 10. മേളത്തെയും താഴത്തെ ഇനി 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 1 5 5. മേളത്തെ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 5 20. 22 20 പോയ 2 കിട്ടി, 25 കിട്ടി. 5 25. അപ്പോൾ എത്ര ഉത്തരം? 45 ലിറ്റർ. 45 ലിറ്റർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ എക്സിൻ്റെ പെർസെൻറ്റേജ് കാണണമെങ്കിൽ x ഇൻറ്റു a/100 എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇഫ് ദ പ്രൈസ് ഓഫ് എ മിൽക്ക് ഇൻക്രീസസ് ഫ്രം 50 per liter ടു 60 per liter, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് മിൽക്ക്. അതായത് 1 ലിറ്ററിന് 50 രൂപയിൽ നിന്ന് എത്ര രൂപയായി വർദ്ധിച്ചു? 60 രൂപയായി വർദ്ധിച്ചു എങ്കിൽ ഇൻക്രീസ് പെർസെൻറ്റേജ് എത്രയാണ്? വർധനവിൻ്റെ ശതമാനം എത്രയാണ്? അതായത് 50 രൂപ വിലയുള്ള മിൽക്കിൻ്റെ 1 ലിറ്ററിന് 50 രൂപ വിലയുള്ള മിൽക്ക് ഇപ്പോൾ എത്ര രൂപയായി മാറി? 60 രൂപയായി മാറി. 50 രൂപ വിലയുള്ള സാധനം 60 രൂപയായി മാറി. വർധനവ് എത്ര ശതമാനം? ശതമാനത്തിൽ വർധന എത്ര പറയണം? അപ്പോൾ വർദ്ധിച്ച തുക 10 രൂപയാണ്. വർദ്ധിച്ചത് 10 രൂപയാണ് വർദ്ധിച്ചത്. വർദ്ധിച്ച രൂപ എത്രയാണെന്ന് ചോദിച്ചാൽ 10 രൂപയെന്ന് നമുക്ക് ഉത്തരം പറയാം. അത് എത്ര ശതമാനം? 10 എന്നുള്ളത് എത്ര ശതമാനം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻക്രീസ് ചെയ്യുന്ന പെർസെൻറ്റേജ് ആണെങ്കിലും ഡിക്രീസ് ചെയ്യുന്ന പെർസെൻറ്റേജ് ആണെങ്കിലും നമ്മൾ പെർസെൻറ്റേജിൻ്റെ റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിഷ്യൽ വിലയാണ് എടുക്കുന്നത്. ഇനിഷ്യൽ വില. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ വിലയിൽ നിന്ന് എത്രയാണ് വർദ്ധിച്ചത് അതാണ് വർധനവിൻ്റെ ശതമാനം. ഇനിഷ്യൽ വിലയിൽ നിന്ന് എത്രയാണ് കുറഞ്ഞത് അതാണ് ഡിക്രീസിൻ്റെ ശതമാനം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻക്രീസ് ചെയ്തത് 10 ആണ്, ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വില എന്നുള്ളത് 50 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 50. ശതമാനം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഇൻറ്റു 100 എടുക്കുക. നമ്മൾ പറഞ്ഞ കണക്ക് എന്താ, ഒരാൾ ഒരു എക്സാമിന് 600 മാർക്കുള്ള എക്സാം 540 മാർക്ക് മേടിച്ചു. അപ്പോൾ അത് എത്ര ശതമാനമാണ്? അയാൾക്ക് കിട്ടിയ മാർക്ക് എത്ര ശതമാനമാണ്? അപ്പോൾ കിട്ടിയ മാർക്ക് നമ്മൾ എഴുതും മേളിൽ എത്ര? 540 കിട്ടി. ഏതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ മാർക്കിൻ്റെ ശതമാനം കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ മാർക്ക്. അപ്പോൾ ടോട്ടൽ മാർക്ക് അടിയിൽ എഴുതും. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 600 ആണ്. 600-ൽ 540 കിട്ടി. അങ്ങനെയാണെങ്കിൽ ശതമാനം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഇൻറ്റു 100 എടുക്കുക. എന്നതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി. ഇൻക്രീസ് ചെയ്തത് 10 രൂപയാണ്. അത് എത്ര ശതമാനം? ശതമാനം കാണണമെങ്കിൽ റെഫറൻസ് ഉണ്ട്. അപ്പോൾ അടിയിലെടുക്കേണ്ട വില എന്നുള്ളത് ഇനിഷ്യൽ വിലയാണ്. ഇനിഷ്യൽ വില ഇവിടെ 50 രൂപയാണ്. അപ്പോൾ 10/50 ഇൻറ്റു 100. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി എല്ലാവർക്കും? ഇൻക്രീസ് പെർസെൻറ്റേജും ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? ഇൻക്രീസ് പെർസെൻറ്റേജും ഡിക്രീസ് പെർസെൻറ്റേജും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണോ? ഇൻക്രീസ് പെർസെൻറ്റേജും ഡിക്രീസ് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ റെഫറൻസ് ആയിട്ട്, അതായത് അടിയിലിടുന്ന വില എന്നുള്ളത് ഇനിഷ്യൽ വിലയാണ്. അപ്പോൾ 50-ൽ 10 ആണ്. 50-ൽ 10 ആണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഇത്ര ശതമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഇൻറ്റു 100 എടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ക്യാൻസൽ ചെയ്യുക. 0 0 വെട്ടി 5ഉം 100ഉം വെട്ടി എത്ര? 2 5 10. 20% കിട്ടും. അപ്പോൾ ഉത്തരം 20%. ക്ലിയർ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്ത്. ആരും ചെയ്തില്ല. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? ഇത് ചെയ്തത് മനസ്സിലായോ? യെസ് ഓർ നോ? ക്ലിയർ അല്ലേ? ഓക്കെ, വളരെ എളുപ്പമുള്ള കൺസെപ്റ്റാണ്. ഇൻക്രീസ് പെർസെൻറ്റേജും ഡിക്രീസ് പെർസെൻറ്റേജും കണ്ടുപിടിക്കുന്നത് അടിയിൽ ഇനിഷ്യൽ വില എഴുതുക, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇത് വളരെ എളുപ്പം. ദ ആവറേജ് ഓഫ് 11 11 11 11. ഇതിൻ്റെ ആവറേജ് എത്രയാണ്? 11 തന്നെ. കാരണം 11 മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ കൂട്ടിയാൽ എത്ര കിട്ടും? 44. 44/4 എത്ര തന്നെ? 11 തന്നെ. സെയിം സംഖ്യയാണെങ്കിൽ ഇപ്പോൾ എ എ എ എ എ എ എ ഇതിൻ്റെ ആവറേജ് എത്ര? അപ്പോൾ ഇത് 5/a. 5/5 5 ക്യാൻസൽ ചെയ്താൽ എ തന്നെ. അപ്പോൾ ഇവിടെ വേറെ വാല്യൂസ് ഒന്നുമില്ല. ഒറ്റ സംഖ്യ തന്നെ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ അതേ സംഖ്യ തന്നെ ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി കൂട്ടിയാൽ സം 44 ഡിവൈഡ് ബൈ എണ്ണം 4. 44/4 എത്ര? 11. അത്രയേ ഉള്ളൂ. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. വളരെ എളുപ്പമുള്ള ഇത് അല്ലേ? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? അപ്പോൾ ബേസ് ഏകദേശം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാൻ പറ്റും കേട്ടോ. ബേസ് ഓക്കെ ആണെങ്കിൽ ഏത് ചോദ്യം. ഇപ്പോൾ അറിയാം, ഏറ്റവും ചെറുത് 100 ആണ്. 3 അക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് 3 ആണ്. 3 അക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ 999 ആണ്. 999 ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10? താഴെ കൊടുത്തിരിക്കുന്നതിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? അല്ലേ? നമുക്ക് 99 ഹരിക്കുമ്പോൾ 9 10 90 റിമൈൻഡർ കിട്ടും. 55 ഹരിച്ച് 5 10 50 റിമൈൻഡർ 5 കിട്ടും. 75 7 10 70 റിമൈൻഡർ 5 കിട്ടും. നമുക്കറിയാം ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കണമെങ്കിൽ, നിശേഷം ഹരിക്കണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒരു 0 ഉണ്ടാവണം, ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ഓൾറെഡി 110-നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. കാരണം 10 എത്രയാണ്? 11 കിട്ടും.
അപ്പോൾ റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ ഉത്തരം ഏതാണ്? 4 ഉത്തരം. വളരെ എളുപ്പ ചോദ്യമാണ്. അവിടെ റൂളൊന്നും നോക്കേണ്ട കാര്യമില്ല. 10ൻ്റെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നാൽ മതി. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 15? 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇതൊക്കെ വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ 15 ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന കണക്ക് 15ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എണ്ണി കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും നല്ലത്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. 3ൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അതിൻ്റെ അർത്ഥം 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യ എന്നാണ്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 3 3 9, 4 3 12 ആണ്. പിന്നെ I 3 15, 6 3 18. അപ്പോൾ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ന് വെച്ചാൽ 15ൻ്റെ മൾട്ടിപ്പിളാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ 15ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാ? 15 ഉണ്ട്. 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 15 ആണ്. അടുത്ത സംഖ്യ 30 ആണ്. 15 കൂട്ടി പോയാൽ മതി. 2 15 30. അടുത്തത് 3 15 45 ആണ്. 45 ഉണ്ട്. വീണ്ടും ഒരു 15 കൂട്ടിയാൽ 60 അല്ലേ? വീണ്ടും ഒരു 15 കൂട്ടിയാൽ 60 + 15 75 അല്ലേ? വീണ്ടും ഒരു 15 കൂട്ടിയാൽ 90. വീണ്ടും ഒരു 15 കൂട്ടിയാൽ 105. ഇപ്പോൾ 3 അക്ക സംഖ്യ. ഇപ്പോൾ 105 വേണ്ട. അപ്പോൾ നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റും, എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. പാടില്ലല്ലോ. അപ്പോൾ 15ൻ്റെ മൾട്ടിപ്പിളായിട്ടുള്ള അഥവാ 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 15 ഉണ്ട്, 30 ഉണ്ട്, 45 ഉണ്ട്, 60 ഉണ്ട്, 75 ഉണ്ട്, 90 ഉണ്ട്. അപ്പോൾ ടോട്ടലി 2 3 4 5 6. ഏതാ ഉത്തരം? ഓപ്ഷൻ 2 ആണ്. ഇപ്പം ചോദിക്കുകയാണ് 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 12 ആണ്. അതിന് താഴെ വേറെ സംഖ്യയില്ല. ഓക്കെ, 12 ആണ്. പിന്നെ 24. വീണ്ടും 12 കൂട്ടിയാൽ 36. 3 12 34 12 48. അടുത്തത് 60. 12 കൂട്ടി പോയാൽ മതി 12ൻ്റെ മൾട്ടിപ്പിൾ കിട്ടാൻ. അടുത്തത് 72. അടുത്തത് 84. അടുത്തത് 96. അടുത്തത് 108. 108 എന്ന് പറഞ്ഞാൽ 3 അക്ക സംഖ്യയാണ്. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് രണ്ടക്ക സംഖ്യകളെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 8 ഉണ്ടാവും. ഇങ്ങനെ എണ്ണി കണ്ടുപിടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാം, വളരെ എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. അടുത്ത ചോദ്യം, 10% ഓഫ് 250 കിലോമീറ്റർ 250 കിലോമീറ്ററിൻ്റെ 10% എത്രയാണ്? അപ്പോൾ 250ൻ്റെ 10% എന്നുള്ളത് 250 × 10/100 ആണ്. ഇത്രയേ ഉള്ളൂ. ഇത് 1/10 കൊണ്ട് ഗുണിച്ചാൽ മതി. 0 0 ക്യാൻസൽ ചെയ്തു. ഇനി 0 0 ക്യാൻസൽ ചെയ്തു. എത്ര? 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 25 ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ദ സിംപിളസ്റ്റ് റേഷ്യോ ഓഫ് 27:22. 27:22നെ സിംപിളസ്റ്റ് ഫോമിൽ എങ്ങനെ എഴുതാം? 3 ക്യാൻസൽ ചെയ്യാം അല്ലേ? 9 3 27, 7 3 21. അപ്പോൾ ഇതിനെ ചെറുതാക്കുമ്പോൾ 9:7. ഇനി ചെറുതാക്കാനൊക്കെ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ് ഉത്തരം. ക്ലിയർ? പാടുള്ള ചോദ്യമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? 3 2 അടുത്തുണ്ട്. 2 വെട്ടാൻ പറ്റത്തില്ല, 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 ക്യാൻസൽ ചെയ്താൽ 9 3 27, 7 3 21. ഇനി ചെറുതാക്കാനൊക്കെ ഇല്ല, ഇനി 2 അടുത്തും വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഉത്തരം 9:7 ആണ്. നെക്സ്റ്റ് ചോദ്യം പറയാണ്, എളുപ്പമുള്ള ചോദ്യം എന്താണ്? ഇത് ചെയ്ത് നോക്കുക. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹22,500 at the rate of 5% per annum for 3 years. 2500 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 3 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇതാണ് ചോദ്യം. റിവിഷന് വേണ്ടിയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല കാണാൻ I = PNR/100 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നും കൂടെ പറയുന്നു. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? P എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന തുക അല്ലെങ്കിൽ എടുക്കുന്ന തുക, പ്രിൻസിപ്പൾ, അടിസ്ഥാന തുക, അതാണ് പ്രിൻസിപ്പൾ എമൗണ്ട്. ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്ന തുക അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ തുക, അതാണ് പ്രിൻസിപ്പൾ എമൗണ്ട്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, വർഷങ്ങളുടെ എണ്ണമാണ്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ആണ്, വാർഷിക പലിശ നിരക്ക് എന്ന് പറയും, വാർഷിക പലിശ നിരക്ക്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രിൻസിപ്പൾ എമൗണ്ട് ഉണ്ട് 2500, R ഉണ്ട്, വാർഷിക പലിശ നിരക്കുണ്ട് 5%, നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട് എത്ര? 3.
അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത ആദ്യത്തെ വർഷം 5% ആണെങ്കിൽ രണ്ടാമത്തെ വർഷം 5% കിട്ടും, മൂന്നാമത്തെ വർഷം 5% കിട്ടും, പീഡ് 5% വെച്ച്, അങ്ങനെ ടോട്ടൽ 15%. അപ്പോൾ ഒറ്റ അടിക്ക് 2500 15% കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫോർമുല വെച്ച് തന്നെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫോർമുല ഇതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ ചിലപ്പം തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ 3 വർഷത്തിന് നേരം 9 മാസത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എഴുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾ n എന്ന് പറഞ്ഞാൽ 9 എന്ന് എടുക്കാൻ പറ്റത്തില്ല. n എന്ന് പറഞ്ഞാൽ 9 അല്ല, അവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ 9 മാസം ആയതുകൊണ്ട് തന്നെ മാസത്തെ വർഷമാക്കണം. അപ്പോൾ മാസത്തെ വർഷമാക്കണമെങ്കിൽ 9നെ 12 കൊണ്ടായിരിക്കണം. കാരണം ഒരു വർഷം എന്നുള്ളത് 12 മാസമാണ്. അപ്പോൾ വർഷത്തെ മാസമാക്കണമെങ്കിൽ 12 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ തിരിച്ച് മാസത്തെ വർഷമാക്കണമെങ്കിൽ 12 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 9/12 ആണ് എടുക്കേണ്ടത്. വെട്ടി ചെറുതാക്കുമ്പോൾ 3 9 4 12, അതായത് 3/4 ഇയർ എന്ന് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. 9 മാസത്തേക്ക് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള കേസിലൊക്കെ നല്ലത്, ഫോർമുല ഉപയോഗിച്ച് തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫോർമുല പ്രകാരം ജസ്റ്റ് ഇവിടെ വളരെ എളുപ്പമുള്ള രീതിയാണ്. 2500 × 5 × 3 എത്ര 100. നോക്കിയേ, 0 0 ക്യാൻസൽ ചെയ്തു അല്ലേ? എത്ര കിട്ടി? 25 × 15 ഇത്രയേ ഉള്ളൂ. എത്രയായിട്ട്? 375. ഗുണിക്കുമ്പോൾ എത്രയായാലും 250-നെക്കാട്ടി മേളിലായിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 5 വരണം. ലാസ്റ്റ് ഡിജിറ്റ് 5 വരണം. 25-നെക്കാട്ടി മേളിലായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര? 25 × 15 375 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്. അപ്പോൾ ബാങ്കിലേക്ക് 2500 നിക്ഷേപിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് 3 വർഷത്തിന് ശേഷം കിട്ടുന്ന തുക എത്ര ആയിരിക്കും. അപ്പോൾ ബാങ്കിൽ നിന്ന് തിരിച്ച് 3 വർഷത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ട് എത്രയാണ് ചോദിക്കുന്നെങ്കിൽ എമൗണ്ട് കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, P+I എടുക്കണം. അവിടെ P ആണെങ്കിൽ 2500 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അതെന്ന് പറഞ്ഞാൽ 375 ആണ്. അപ്പോൾ 2500 375 കൂടെ കൂട്ടുമ്പോൾ 2875 കിട്ടും. അത് എമൗണ്ട് ആണ് ചോദിക്കുന്നെങ്കിൽ. അപ്പോൾ ചോദിക്കുന്നതിനനുസരിച്ച് ഉത്തരം എഴുതണം. അപ്പോൾ 2 ഫോർമുലയേ ഉള്ളൂ. I = PNR/100, അത് ഇൻട്രസ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. പിന്നെ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ ഇത്ര വർഷത്തിന് ശേഷം ആകെ അടയ്ക്കേണ്ട തുക, അതാണ് എമൗണ്ട്. ആ എമൗണ്ട് എന്നുള്ളത് P+I ആണ്. ഓക്കെ, ഇതാണ് ഫോർമുല. ജസ്റ്റ് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം പറയുന്നു, എ പോളിഗൺ വിത്ത് 3 സൈഡ്, 3 സൈഡുള്ള പോളിഗൺ വിളിക്കുന്ന പേരെന്താ? നമുക്ക് പോളിഗൺ എന്ന് വെച്ചാൽ അറിയാലോ, ബഹുഭുജം എന്ന് പറയും. ബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്താ? 3 അതിലധികമോ വശങ്ങളുള്ള ജാമിതീയ രൂപത്തിന് പൊതുവിൽ വിളിക്കുന്ന പേരാണ് ബഹുഭുജം അഥവാ പോളിഗൺ. ആ പോളിഗണിൽ ഏറ്റവും മിനിമം 3 സൈഡ് ഉണ്ടാവണം. 3 സൈഡുള്ള പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കിൾ എന്ന് പറയും. 4 സൈഡിനുള്ളതിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ചതുർഭുജം എന്ന് വിളിക്കും. ആ ക്വാഡ്രിലാറ്ററലിൽ പെടുന്നതാണ് റെക്റ്റാങ്കിൾ ചതുർഭുജമാണ്, സ്ക്വയർ ചതുർഭുജമാണ്, പാരലോഗ്രാം ചതുർഭുജമാണ്. ഇതിനെല്ലാം 4 വശമാണ്. റോംബസ് ചതുർഭുജമാണ്, ട്രപ്പീസിയൻ ചതുർഭുജമാണ്. ഇതിനൊക്കെ 4 വശമാണ്. അപ്പോൾ 4 വശമുള്ളതിനെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. 5 വശമുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻറ്റഗൺ. 6 വശമുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗൺ. 7 വശമുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഹെപ്റ്റഗൺ. 8 വശമുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഒക്ടഗൺ. 9 വശമുള്ളതിനെ വിളിക്കുന്ന പേരാണ് നോണഗൺ. 10 വശമുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഡെക്കഗൺ. ഇതൊക്കെയാണ് പേരുകൾ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. 3 സൈഡുള്ളതിനെ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചോദ്യം, ദ ആവറേജ് ഓഫ് 20 നമ്പേഴ്സ് ഇസ് 8. 20 നമ്പേഴ്സിൻ്റെ ആവറേജ് 8 ആണ്. ഇഫ് ദ ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 10 ഓഫ് ദം, ആദ്യത്തെ 10 സംഖ്യകളുടെ ആവറേജ് 10 ആണെങ്കിൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദി ലാസ്റ്റ് 10 ഓഫ് ദീസ് നമ്പേഴ്സ്. ആകെ 20 നമ്പേഴ്സ് ഉണ്ട്. ആ 20 നമ്പേഴ്സിൻ്റെ ആവറേജ് 8 ആണ്. അതിൽ ആദ്യത്തെ 10 നമ്പേഴ്സിൻ്റെ ആവറേജ് 10 ആണെങ്കിൽ ബാക്കി 10 നമ്പേഴ്സിൻ്റെ ആവറേജ് എത്ര ആയിരിക്കും? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആകെ 20 നമ്പേഴ്സ് ഉണ്ട്. നമുക്കറിയില്ല ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ 20 നമ്പേഴ്സ് ഉണ്ടെന്ന് എടുക്കുക. 20 നമ്പേഴ്സ് ഉണ്ട്. ആ 20 നമ്പേഴ്സും കൂടെ കൂട്ടിയിട്ട് 20 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. അതായത് 20 നമ്പേഴ്സിൻ്റെ ആവറേജാണ് 8. അപ്പോൾ 20 നമ്പേഴ്സിൻ്റെ ആവറേജ് 8 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ 20 നമ്പേഴ്സും കൂട്ടിയിട്ട് 20 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. അതാണ് അതിൻ്റെ ആവറേജ്. നമുക്ക് അന്നേരം ഇതിൽ നിന്ന് എന്തെഴുതാൻ പറ്റും? ഈ 20 നമ്പറും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് എഴുതാൻ പറ്റും. എന്തിനാണ് എഴുതുന്നത്? നമുക്ക് ആവശ്യമുണ്ട്, അതിനാണ് എഴുതുന്നത്. അപ്പോൾ 20 നമ്പേഴ്സും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം തുക കിട്ടണമെങ്കിൽ ശരാശരിയെ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20 × 8, അപ്പോൾ 2 8 16 160 ആണ്. അപ്പോൾ 20 സംഖ്യ കൂടെ കൂട്ടിയാൽ, ആ 20 സംഖ്യ കൂടെ കൂട്ടിയാൽ, ഓക്കെ, 20 സംഖ്യ ഉണ്ട്. ആ 20 സംഖ്യ കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 160 കിട്ടും. ഇനി എന്താ നമുക്ക് അടുത്ത് തന്നിരിക്കുന്നുണ്ടാ? അതിൽ ആദ്യത്തെ 10 സംഖ്യകളുടെ ആവറേജ് 10 ആണ്. അതിൻ്റെ അർത്ഥം ഈ 20 സംഖ്യയിൽ ആദ്യത്തെ 10 സംഖ്യകൾ കൂട്ടിയിട്ട് അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും.
അതാണ് 10 സംഖ്യകളുടെ ആവറേജ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ 10 സംഖ്യകളുടെ സം എഴുതാൻ പറ്റും. ആദ്യത്തെ 10 സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ 10 × 10 ആണ്. കാരണം ശരാശരിയിൽ നിന്ന് തുക കിട്ടണമെങ്കിൽ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 10 × 10 ആണ്, 100 ആണ്. നമ്മുടെ ചോദ്യം എന്താ? ആദ്യത്തെ 10 സംഖ്യകളുടെ ആവറേജ് തന്നിട്ടുണ്ട്, അവസാനത്തെ 10 സംഖ്യകളുടെ ആവറേജ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇത് ഫസ്റ്റ് 10 സംഖ്യകളാണ്. ലാസ്റ്റ് 10 സംഖ്യകളുടെ ആവറേജ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 10 സംഖ്യകളുടെ ആവറേജ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാസ്റ്റ് 10 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടിയെന്ന് വേണം, കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളത് വേണം. ലാസ്റ്റ് 10 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളത് വേണം. എന്നിട്ട് അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. അപ്പോൾ എണ്ണം ഓൾറെഡി ഉണ്ട് 10 ആണ്, പക്ഷേ ഈ അവസാനത്തെ 10 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. അതിനെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ചോദ്യത്തിലുണ്ട്, ശ്രദ്ധിച്ചേ, നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ 20 സംഖ്യകൾ കൂട്ടിയാൽ 160, അതിൽ ആദ്യത്തെ 10 എണ്ണം കൂട്ടിയാൽ 100. അങ്ങനെയാണെങ്കിൽ ബാക്കി 10 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ആദ്യത്തെ 10 കൂട്ടിയാൽ 100 കിട്ടി, ആദ്യത്തെ 10 സംഖ്യകൾ കൂട്ടിയാൽ 100 കിട്ടി. മൊത്തം സംഖ്യയോടെ കൂട്ടിയാൽ 160, 20 സംഖ്യയും കൂട്ടിയാൽ 160. ആദ്യത്തെ 10 കൂട്ടിയാൽ 100 ആണെങ്കിൽ ബാക്കി ലാസ്റ്റ് 10 സംഖ്യകൾ കൂട്ടിയാലുള്ള സം എന്നുള്ളത് എത്ര ആയിരിക്കും? 160 - 100 60 ആയിരിക്കും. 60. മനസ്സിലായോ എല്ലാവർക്കും? പറഞ്ഞത് പോയിന്റ് മനസ്സിലായോ? നമുക്ക് അവസാനത്തെ 10 സംഖ്യകളുടെ ആവറേജ് വേണമെങ്കിൽ അവസാനത്തെ 10 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് വേണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 2 സമ്മിൽ നിന്ന് മൊത്തവും കൂടെ കൂട്ടിയാൽ 160, ആദ്യത്തെ 10 കൂട്ടിയാൽ 100. അങ്ങനെയാണെങ്കിൽ ബാക്കി 10 കൂട്ടിയാൽ 60 കിട്ടും. പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? ബാക്കിയുള്ളവർ ഡിബിനൊഴികെ ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായോ? മനസ്സിലായോ? ഒന്ന് കമൻറ്റ് ചെയ്യ്, യെസ് ഓർ നോ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് 10 സംഖ്യകൾ കൂട്ടിയാൽ 60 കിട്ടും. അതിനെ സമ്മ് കിട്ടി. അതിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ? എണ്ണം കൊണ്ട് ഹരിച്ചാൽ, 10 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടി? ശരാശരി കിട്ടി. അപ്പോൾ 60/10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 6. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 2 ആണ്. ഫായിസ്, അഭിഷേക്, ആകാശ്, അർജുൻ, ദേവ, അച്ചു ഒക്കെ ഉണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചെയ്തത് ഓക്കെ ആണോ? പറയണം. ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അവസാനത്തെ 10 സംഖ്യകളൊന്നുമില്ല. അവസാനത്തെ 10 സംഖ്യകളുടെ ആവറേജ് കിട്ടണം. അവസാനത്തെ 10 സംഖ്യയുടെ ആവറേജ് കിട്ടണമെങ്കിൽ അവസാനത്തെ 10 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് വേണം. എന്നിട്ട് 10 കൊണ്ട് ഹരിച്ചാൽ, എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. അപ്പോൾ അവസാനത്തെ 10 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ള അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. 20 സംഖ്യകളുടെ കൂട്ടിയാൽ 160, അതിൽ ആദ്യത്തെ 10 എണ്ണം കൂട്ടിയാൽ 100. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 10 എണ്ണം കൂട്ടിയാൽ 60. ലോജിക് ക്ലിയർ? അപ്പോൾ 60/10 ദാറ്റ്സ് ഓൾ. പെട്ടെന്ന് തന്നെ എഴുതാം. ഞാൻ എഴുതുന്ന ചുരുക്കിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആദ്യത്തെ 10 എണ്ണത്തിൻ്റെ സം 100, അപ്പോൾ ലാസ്റ്റ് 10 എണ്ണത്തിൻ്റെ സം 60. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 10 എണ്ണത്തിൻ്റെ ആവറേജ് എന്നുള്ളത് സം 60 ആണ്, ഡിവൈഡഡ് ബൈ 10, 6. ഓക്കെ. ഇത് നോക്കിയേ, ദ സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് 5/7 - 3/7 + 1/40. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ രണ്ട് സംഖ്യയുടെയും ഞാൻ കുറച്ച് രീതിയിൽ ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഈ 5/7 - 3/7 ഇവിടെ രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഛേദം സെയിം ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഛേദം സെയിം ആണെങ്കിൽ ഛേദം അതേ കണക്കിന് എഴുതിയിട്ട് 7. അംശങ്ങൾ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ കുറയ്ക്കുകയാണ്. അപ്പോൾ 5 - 3. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 2/7 കിട്ടി. അതായത് ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് 2/7 കിട്ടി. 2/7 ഇവിടെ ഛേദം സെയിം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങ് എടുത്തത്. അപ്പോൾ 2/7 + 1/40 ഇനി ഇത് കിട്ടി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാത്തവർക്കാണെങ്കിൽ LCM അറിയാത്തവരാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ഛേദം വ്യത്യാസമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ അറിയാവുന്നവർക്കാണെങ്കിൽ LCM എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞങ്ങൾ ചെയ്ത് കാണിക്കുകയാണ്. ഒറ്റ സ്റ്റെപ്പിൽ LCM എടുത്ത് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ 2 × 14 എത്ര? 28. ഫ്രാക്ഷൻ കൂട്ടുമ്പോൾ അറിയില്ല ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 14 28 + 7 35 ഡിവൈഡ് ബൈ അല്ലേ 7 × 14 ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 28 + 7 എന്ന് പറഞ്ഞാൽ എത്ര? 35/7 × 14 അല്ലേ? നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 7 35 ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഞാൻ ഗുണിച്ചില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 1 7 7 7 35. അപ്പോൾ 5 മുകളിൽ വന്നു, 14 അടിയിൽ. അപ്പോൾ 5/14 ആണ് ഉത്തരം. ഇതാണ് ഒരു രീതി. ആദ്യം ഇത് രണ്ടെണ്ണം ഇവിടെ ഛേദം സെയിം ആയിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് 2/7 എന്നിട്ട് ഇതുമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 5/7 3/7 1/40.
അപ്പോൾ ഇവിടെ 7 7 14 ഇതിൻ്റെ LCM നോക്കണം. 7 7 14ൻ്റെ LCM 14 ആ 14 അടിയിൽ എഴുതണം. 14 ചേരത്തിൽ 14. ഇനി 14 കൊണ്ട് ഓരോരുത്തടുത്തും ഗുണിച്ചിട്ട് അത് മേളിൽ എഴുതണം. അപ്പോൾ അത് ഞാൻ ഓരോരുത്തർ സെപ്പറേറ്റ് ഗുണിച്ച് കാണിക്കുകയാണ്. 14 × 5/7 14 5/7. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഗുണിക്കുകയാണ്. ഗുണിക്കുമ്പോൾ മേളിലും താഴെയെല്ലാം വെട്ടിക്കളയാം. അപ്പോൾ 7 14 വെട്ടി 2 7 14 2 × 5 10 കിട്ടി 10. അടുത്തത് ഇവിടെ മൈനസാണ്. അപ്പോൾ ഇവിടെ മൈനസ് കൊടുത്തു. ഇനി 14നെ ഏതുകൊണ്ട് ഗുണിക്കണം? 3/7 കൊണ്ട് ഗുണിക്കണം. 3/7 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 14 വെട്ടി ഇത് കണക്ക് തന്നെ 2 കിട്ടി. 2 × 3 എത്ര? 6 കിട്ടി. 10 - 6. അടുത്ത് ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്തു. ഇനി 1/7 കൊണ്ട് 14 കൊണ്ട് നമ്മുടെ LCM കൊണ്ട് 1/14നെ ഗുണിച്ചു. 14 14 ക്യാൻസൽ ചെയ്തു 1 കിട്ടി. നോക്കുക, കുറയ്ക്കുക. 10 - 6 10 - 6 എന്ന് പറഞ്ഞാൽ 4 4 + 1 എത്ര? 5 5/14. ഇതാണ് ഉത്തരം. ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഉത്തരം എന്താണ്? 5/14. ആരും ചെയ്തില്ല. രാഹുൽ ഓക്കേടാ, ദേവാഭിഷേക് ഓക്കെ. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകിൽ ഒറ്റ സ്റ്റെപ്പിൽ ഈ 7ൻ്റെ 14ൻ്റെ LCM എടുത്തിട്ട് ഒറ്റ സ്റ്റെപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 2 എണ്ണം വെച്ച് സിംപ്ലിഫൈ. അത് നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടും. 2 എണ്ണം വെച്ച് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ ചില കേസിൽ 2 ഓക്കെ ആയിരിക്കും, 2 സെയിം ആയിരിക്കും. അത് LCM വെച്ച് ചെയ്താലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്താലും ഒരേ എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. ചില കേസിൽ LCM വെച്ച് വഴി 2ൽ കൂടുതലുണ്ടെങ്കിൽ പൊതുവിൽ LCM വെച്ച് ചെയ്യൽ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും 5/14 ആണ് കിട്ടുന്ന ഉത്തരം. ഓക്കെ, 4 ചോദ്യം കൂടെ ഉണ്ട്. ചെയ്യുന്നോ അതോ നമുക്ക് നിർത്തണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് 4 ചോദ്യം കൂടെ ഉണ്ട്. കണ്ടിന്യൂ ചെയ്യണോ അതോ പിന്നീട് നോക്കിയാൽ മതിയോ? ക്ലിയർ അല്ലേ? ഇത്രയും ചെയ്ത ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തത് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയണോ അതോ? ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. എ മിൽക്ക് മാൻ ആഡഡ് 30% ഓഫ് വാട്ടർ ഇൻ 7 liters ഓഫ് മിൽക്ക്. ഹൗ മച്ച് വാട്ടർ ഡിഡ് ഹി ആഡ്? അതായത് ഒരു മിൽക്ക് മാൻ, പാല് കച്ചവടക്കാരൻ 30% വാട്ടർ 70% മിൽക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. 70 ലിറ്റർ മിൽക്കിൻ്റെ കൂടെ 30% വാട്ടർ ആഡ് ചെയ്യുന്നു എങ്കിൽ ഇയാൾ ആഡ് ചെയ്ത വാട്ടറിൻ്റെ അളവ് എത്രയാണ്? ഒക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ ആകെ ഉള്ളത് 70 ലിറ്റർ മിൽക്കാണ്. 70 ലിറ്റർ മിൽക്കാണ്. ആ 70 ലിറ്ററിൻ്റെ 30% എത്രയാണോ ഉള്ള മിൽക്ക് അതിൻ്റെ 30% വാട്ടർ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 70ൻ്റെ 30%മാണ് വാട്ടർ ഉള്ളത്. അപ്പോൾ വാട്ടറിൻ്റെ ടോട്ടൽ കണ്ടൻറ്റ് എന്നുള്ളത്, ടോട്ടൽ മിൽക്ക് എന്നുള്ളത് 100%. ഇവിടെ നമുക്ക് അങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു മാത്രം. ഇയാൾ ആഡ് ചെയ്യുന്ന വാട്ടർ 30%. ഓക്കെ, അപ്പോൾ ടോട്ടലുള്ള മിൽക്കിൻ്റെ അളവ് എത്രയാണോ അത് 70ആണ്. അതിൻ്റെ 30%, 70ൻ്റെ 30% വെച്ചാൽ 70 × 30/100. വേറെ ഒന്നും എഴുതാനില്ല ഇവിടെ. 70 × 30. അപ്പോൾ വാട്ടറിൻ്റെ അളവ് എന്നുള്ളത്, ആഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് എന്നുള്ളത് 70 ലിറ്ററിൻ്റെ 30%. അപ്പോൾ 70 × 30/100 ക്യാൻസൽ ചെയ്തു. 0 0 0 എന്ന് വെച്ചാൽ 10 ആണ്. 7 × 3 21 ലിറ്റർ. അപ്പോൾ ഇയാൾ 70 ലിറ്റർ മിൽക്കിലേക്ക് ഇയാൾ ആഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവെന്നുള്ളത് 21 ലിറ്ററാണ്. 21 ലിറ്ററാണ്. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്. ഡയറക്റ്റ് ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ? ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ചോദ്യം ശ്രദ്ധിക്കുക. If 5 men can complete a piece of work in 10 days, then 1 man will complete it in dash days. 5 ആണുങ്ങൾ ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരാൾ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും? ഇതാ ചോദ്യം. 5 ആണുങ്ങൾ ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഒരാണ് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫോർമുല വെച്ച് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് ഞാൻ ഫോർമുല വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ N1 ആളുകൾ D1 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. N2 ആളുകൾ D2 ദിവസം കൊണ്ട് ഒരു ജോലി തീർത്താൽ, സെയിം ജോലി തീർത്താൽ ഒരേ ജോലിയാണ്. N1 ആളുകൾ D1 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. N2 ആളുകൾ D2 ദിവസം കൊണ്ട് അതേ ജോലി തീർക്കും.
എങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന് അങ്ങനല്ല ചോദ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ N1D1 = N2D2 ആണ്. ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. അതായത് ഒരേ കഴിവുള്ള ഒരു കൂട്ടം ആൾക്കാർ, ഇവിടെ ആണുങ്ങളാണ്. ഈ ആണുങ്ങൾ ചെയ്യുന്ന ഓരോ ആൾക്കാർ ചെയ്യുന്ന ജോലിയുടെ അളവെന്നുള്ളത് സെയിം ആണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട രീതി ഇതാണ്. N1 ആണുങ്ങൾ D1 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും, N2 ആളുകൾ D2 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. എങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്നുള്ളത് N1D1 = N2D2. ഇവിടെ ഏതെങ്കിലും ഒന്ന് N2 D2 ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യത്തിൽ പൊതുവിൽ ചോദിക്കാറ്. N1 D1 തരും, അതിൻ്റെ കൂടെ N2 D2 ഏതെങ്കിലും ഒന്ന് തരും, മറ്റേത് ചോദിക്കും. ഇതാണ് ചോദ്യത്തിൻ്റെ രീതി. ഇതിൻ്റെ കൂടെ നീ ചെയ്യുന്ന മണിക്കൂറും കൂടെ തന്നാൽ, ഉദാഹരണം പറഞ്ഞാൽ N1 ആളുകൾ D1 ദിവസത്തിൽ H1 മണിക്കൂർ ജോലി ചെയ്യുന്നു, ഒരു ജോലി തീർക്കാൻ വേണ്ടിയിട്ട്. N2 ആളുകൾ ഇതേ ജോലി N2 ആളുകൾ D2 ദിവസം കൊണ്ട് H2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ദിവസത്തിൻ്റെ കൂടെ ആ ദിവസത്തിൽ ഓരോ ദിവസത്തിലും ചെയ്യുന്ന മണിക്കൂറിൻ്റെ അളവും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർമുലയ്ക്കകത്ത് എന്ത് വരും? ഫോർമുല എന്ന് വെച്ചാൽ N1D1 H1 = N2D2 H2 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറേ കേസുകളുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചിന്തിക്കാനൊന്നുമില്ല. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ? അഞ്ചാണുങ്ങൾ. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അഞ്ചാണുങ്ങൾ 10 ദിവസം കൊണ്ട്, ഇപ്പോൾ D1 എന്നുള്ളത് 10 ആണ്. N1 ആളുകൾ D1 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. അപ്പോൾ 5 × 10 = അല്ലേ? എങ്കിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? ഒരാണ് എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ N2 എന്നുള്ളത് 1 ആണ്. D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N2 എന്നുള്ളത് 1 ആണ്. അപ്പോൾ 1 × D2. 1 × D2 എന്ന് വെച്ചാൽ D2 തന്നെ. അപ്പോൾ D2 = കിട്ടണമെങ്കിൽ എത്ര? 5 × 10 ആണ്, which is equal to D2. അപ്പോൾ D2ൻ്റെ വില = 50 ആയിരിക്കും. ഡിബിൻ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫോർമുല ഇതാണ്. N1D1 = N2D2. ഇത് ഒരാളല്ല, ഒരേ കഴിവുള്ള ഒരേ കൂട്ടം ആൾക്കാർ. സാധാരണ നമ്മൾ നേരത്തെ പഠിച്ചത് ഐശ്വര്യ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട്, റാണി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട്, എങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട്. ഇതങ്ങനെയല്ല. ഐശ്വര്യയെ പോലെ ഒരേ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ. ഇപ്പോൾ ഇവിടെ ആണുങ്ങൾ, അല്ലെങ്കിൽ കുറേ ആണുങ്ങൾ, അല്ലെങ്കിൽ കുറേ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ കുറേ കുട്ടികൾ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഇത്രയേ ഉള്ളൂ. N1D1 = N2D2. ഓക്കെ, ഇത് പല രീതിയും ചോദിക്കാം. ഇവിടെ N1ൻ്റെ വില 1 ആണ്. ഇനി N1ൻ്റെ വില ഇവിടെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുകയാണ് 2 ആണുങ്ങൾ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്യും? 2 ആണുങ്ങൾ ചേർന്ന്. അപ്പോൾ ഇവിടെ 2 × 5 × 10 = 2 × D2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ D2 കിട്ടണമെങ്കിൽ 2 ലെഫ്റ്റ് സൈഡിലേക്ക് കളയണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ താഴെ പോയി. അപ്പോൾ എന്ത് കിട്ടി? 5 × 10/2 = D2. അപ്പോൾ D2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ 2ഉം 10ഉം വെട്ടി 5 കിട്ടി. 5 × 5 25 ദിവസം കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി? ഇതൊരു സ്ഥിരം ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, ഈ മോഡൽ ചോദ്യം. പറഞ്ഞ് മനസ്സിലായി എല്ലാവർക്കും? ഡിബിൻ, ഫായിസ്, ബാക്കി അഭിഷേക്, ആകാശ്, അർജുൻ, ദേവ, പറഞ്ഞത് മനസ്സിലായോടാ? പറഞ്ഞാൽ മനസ്സിലായോ? ഫോർമുല ഇതേ ഉള്ളൂ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ N1D1 = N2D2. ഇവിടെ N1 D1 ഉണ്ടാവും പൊതുവിൽ. പിന്നെ N2 D2 ഏതെങ്കിലും ഒന്ന് വരും. ചിലപ്പോൾ N2 ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ D2 ആയിരിക്കും തരുന്നത്. എന്നിട്ട് മറ്റേത് ചോദിക്കും. ക്ലിയർ? ഈ പറഞ്ഞാൽ മനസ്സിലായോ? ഇതെങ്ങനെയും ചോദിക്കാം. ഓക്കെ, അർജുൻ, വെരി ഗുഡ്. ഓക്കെ, 2 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട്. ഈ 2 ക്വസ്റ്റ്യനും നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. 1 added to thrice a whole number gives 10. Find the whole number. ഓക്കെ, ഈ ചോദ്യം ചെയ്ത് നോക്കുക. ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 84 m². ഒന്ന് നോക്കിക്കോണേ ചോദ്യം. ഓപ്ഷൻ നോക്കുക. ഒരു ഹോൾ നമ്പറിൻ്റെ 3 ഇരട്ടിയോടുകൂടി 1 കൂട്ടിയപ്പോൾ 10 കിട്ടുന്നു. അതാ പറഞ്ഞത്. 1 added to thrice a whole number. ഒരു ഹോൾ നമ്പറിനെ X എന്ന് വിളിച്ചു. അതിൻ്റെ 3 ഇരട്ടിയോടുകൂടി പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഹോൾ നമ്പറിൻ്റെ 3 ഇരട്ടിയോടുകൂടി 1 കൂട്ടിയപ്പോൾ 10 കിട്ടിയെങ്കിൽ ആ നമ്പർ ഏതാണ്? ഹോൾ നമ്പർ ഏതാണ്? അപ്പോൾ തന്നിരിക്കുന്നത് 3x + 1 = 10 എന്നാണ് നിൽക്കുന്നത്. നിങ്ങൾ ചെയ്തു പെട്ടെന്ന് ചെയ്ത് നോക്കി. 1 added to thrice a whole number. ഒരു ഹോൾ നമ്പറിൻ്റെ 3 ഇരട്ടിയോടുകൂടി 1 കൂട്ടിയപ്പോൾ 10 കിട്ടി.
10 തരുന്നു എങ്കിൽ ഹോൾ നമ്പർ ഇതാണ്. നമ്മുടെ നമ്പറിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ആ നമ്പറിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ ആ 3xനോട് കൂടി 1 കൂട്ടുന്നു. 1 ആഡഡ് ടു ത്രൈസ് എ ഹോൾ നമ്പർ. ഒരു ഹോൾ നമ്പറിൻ്റെ ഒരു അഖണ്ഡ ഒരു സംഖ്യ, അത് ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 ഉൾപ്പെടെയുള്ള 1 2 3 4 എക്സെട്ര ആ സംഖ്യ ഇതിനെ വിളിക്കുന്നവരാണ് ഹോൾ നമ്പർ. ഇപ്പോൾ ഒരു നമ്പർ അത്രയേ ഉള്ളൂ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ 3 ഇരട്ടി 3x, സംഖ്യ എക്സ് എന്ന് വിളിച്ചു. അതിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3x ആണ്. അതിനോടുകൂടി 1 കൂട്ടിയപ്പോൾ 10 കിട്ടുന്നു. അപ്പോൾ തന്നിരിക്കുന്നത് 3x + 1 = 10 ആണ്. നമുക്ക് എക്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ എക്സ് കിട്ടണമെങ്കിൽ ആദ്യം കോൺസ്റ്റൻറ്റ് അപ്പുറത്തേക്ക് കളയണം. അപ്പോൾ 3x = ഈ +1 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും അല്ലേ? അപ്പോൾ 10 - 1 which is equal to 9 എന്ന് കിട്ടി. അപ്പോൾ 3x = 9 ആണ്. അപ്പോൾ x = 9/3 ആണ് which is equal to എത്ര? 3. അപ്പോൾ 3 ആണ് ഉത്തരം. വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ചാൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെക്കുക, ഒരു ഹോൾ നമ്പറിൻ്റെ 3 ഇരട്ടി 3x, അതിനോടുകൂടി 1 കൂട്ടിയാൽ 10 കിട്ടുന്നു. അപ്പോൾ 3x + 1 = ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ടേമുകൾ കോൺസ്റ്റൻ്റ് എല്ലാം ഒരു സൈഡിലാക്കുക, എക്സിൻ്റെ ടേമെല്ലാം ഒരു സൈഡിലാക്കുക. അപ്പോൾ ഇവിടെ +1 ഉണ്ട്, അപ്പുറം പോകുമ്പോൾ -1. അപ്പോൾ 10 - 1 9 ആയി. അപ്പോൾ 3x = 9. ഇനി 3x ആണ്. അപ്പോൾ x കിട്ടണമെങ്കിൽ 3 കൂടെ അപ്പുറത്ത് കളയാം. എക്സിൻ്റെ കൂടെ പറ്റി പിടിച്ചിരിക്കുകയാണ് 3. അപ്പോൾ ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെ പോയി 9/3 3 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 84 m². ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 84 m² ആണ്. ഫൈൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് 12 മീറ്റർ. അതിൻ്റെ ലെങ്ത് 12 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് എത്ര ആണ്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 12 മീറ്റർ. അതിൻ്റെ ബ്രെഡ്ത്ത് എത്ര എന്നാണ് ചോദ്യം. തന്നിരിക്കുന്നത് അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ 84 m² ആണ്. ചെയ്തു. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ആ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഗുണിക്കുന്നത് 84 എന്ന് തന്നിട്ടുണ്ട്. അതിൽ ലെങ്ത്തിൻ്റെ അളവുണ്ട്. എത്രടാ? ലെങ്ത് എന്നുള്ളത് എത്ര? 12 ആണ്. അപ്പോൾ 12 ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 84. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് കിട്ടണമെങ്കിൽ എത്ര? 84/12. കാരണം ഇവിടെ ഗുണിക്കുകയാണ്, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ താഴെ പോയി അല്ലേ? അപ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം, ക്യാൻസൽ ചെയ്യുക, 7 എന്ന് കിട്ടും. 7 അല്ലേ? 84 12 കൂടെ ഒറ്റയടിക്ക് ബുദ്ധിമുട്ടുള്ളവർ ചെറിയ ചെറിയ സംഖ്യ കൊണ്ട് വെട്ടുക. അപ്പോൾ ഉത്തരം ഏതാ? ഓപ്ഷൻ 2 ആണ് ഉത്തരം. മനസ്സിലായി കാണും. നിങ്ങൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ കുറേ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.